ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങമല കാണാൻ വേണ്ടി പോകണം കേട്ടോ. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല പോകണത്, എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോകാൻ വണ്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയാണ് ആശ്രയിക്കുന്നത്. അവന് നല്ല മനസ്സായതുകൊണ്ട് നമുക്ക് വണ്ടി തന്നു ഗൈസ്. ഇപ്പോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. ഇനി നേരെ അവളെ ഇവിടുത്തെ പിക്ക് ചെയ്യാൻ പോകണം. നമ്മളവളുടെ വീടെത്തി. വീട് പണിയാണ്, കുറച്ച് കാണിച്ചു തരാം. ഇത് എങ്ങനെ പോവാ? പുറത്തുകൂടെ പോവാ. ഇവിടെ എന്താണാവോ കച്ചി ഉണ്ട്, നോക്കാം നമുക്ക്. വീഡിയോ എവിടെ അർച്ചന? ഇല്ല ഇല്ല, എന്താണ് ഗൈസ്? ലക്കി ബായിടാ. അങ്ങനെ ഗൈസ് നമ്മൾ ലക്കിക്ക് ബായിക്ക് പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. കേറ്. അതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. അനങ്ങമല എന്നുള്ളത് എവിടേക്കാക്കി? മീൻവല്ലം. ഇനി അത് മീൻവല്ലം എന്നുള്ളത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോണ വഴിക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് പോവാ എന്നൊക്കെ. പിന്നെയും പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് തീരുമാനിച്ചു നമുക്ക് മീൻവല്ലം തന്നെ പോയാൽ മതി, ഇനി വേറെ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവളും ഞാനും 5ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ തൊട്ടിട്ടുള്ള എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട ഒരാളും കൂടിയാണ് കേട്ടോ ഇവള് മാത്രമല്ല, ഇനി ഒരാളും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല, കാരണം ലീവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്ത ലീവ് വരുമ്പോൾ ഞാൻ എന്തായാലും കൊണ്ടുവരട്ടെ. പിന്നെ എനിക്ക് വല്ലാണ്ട് വലിയ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല, വളരെ കുഞ്ഞ് ഫ്രണ്ട് സർക്കിളാണല്ലോ കേട്ടോ. ഇനി എനിക്ക് ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ഒരു രീതിയിൽ പറയാൻ ഒരാളും കൂടെ ഉണ്ട്. ആൾക്ക് പക്ഷെ ഇനി നമ്മുടെ അടുത്ത വീഡിയോസിലൊന്നും വരാൻ പറ്റില്ല, കാരണം 2 വർഷം കഴിഞ്ഞിട്ടാണ് ആൾക്ക് ഇനി ലീവൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ ഇനി 2 വർഷമൊക്കെ കഴിയണം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ചാനൽ അപ്പോഴും നല്ലപോലെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുള്ള കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അങ്ങനെ മീൻവല്ലം എത്തിയിട്ടോ, ഒന്നും പറയാനില്ല. റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു. ഒരു വാൾപ്പയറ്റ് കഴിഞ്ഞ് വന്ന ആ ഫീലാണ് എനിക്ക്. എന്താ ചെയ്യണ അർച്ചന? മീനുണ്ടോ? എവിടെ? ആണോ? നല്ല തണുപ്പാ? സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. പക്ഷെ എന്ത് രസമാണ് തണുപ്പ്. അവള് പറഞ്ഞത് ശരിയാട്ടോ, നല്ല തണുപ്പാണ്. അമ്മേ നാരായണ, എനിക്ക് ടെൻഷൻ ആവണു. എനിക്ക് വെള്ളം അല്ലെങ്കിൽ പേടിയാണ് കേട്ടോ. ഗൈസ് ഈ സ്ഥലം നമ്മുടെ പാലക്കാട് കല്ലടിക്കോട് ഭാഗത്തുള്ള മീൻവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ്. ആക്ച്വലി നമ്മൾ നിറയെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ആ എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടുക കേട്ടോ. നമ്മൾ രണ്ടുപേരായിട്ട് ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേലെ ശരിക്കുള്ള വ്യൂ ഒന്നും പോയി കണ്ടില്ല കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ ഗൈസ്. അപ്പം നമ്മളിവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ജസ്റ്റ് ഒരു കുഞ്ഞു ട്രിപ്പ്. ഞങ്ങൾ അങ്ങോട്ട് മേലേക്ക് പോയില്ല കേട്ടോ, മീൻവല്ലത്തിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ വീണ്ടും 1 കിലോമീറ്റർ നമ്മൾ ബാക്കിലോട്ട് വരണം. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം കൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് ആ പൊട്ട റോഡിൽ കൂടെ പോകാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. നമ്മളിതിൻ്റെ താഴെ കേട്ടോ വന്നത്. ശരിക്കും മീൻവല്ലത്തിന്റെ എൻട്രൻസ് അല്ല അത്, ജസ്റ്റ് ഒരു താഴത്തേക്ക് വന്നതാണ് നമ്മൾ. അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ഒരു വഴിയിൽ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. അവിടെ ഇങ്ങനെ കയറാനുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, സൂപ്പറാണ്. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ സംസാരിക്കട്ടെ. വന്നിട്ട് ഞങ്ങളൊന്ന് ഇരുന്ന് സംസാരിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? എന്താണ് ഇങ്ങനെ മുഖം? പിന്നെ അവൾക്ക് ക്യാമറയിലോട്ടൊക്കെ വരാൻ ഭയങ്കര മടിയാട്ടെ. എനിക്ക് വേണ്ടി പാവം കുറേ വീഡിയോയ്ക്ക് നിന്ന് തരുന്നത് കേട്ടോ, പാവം കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ നോക്കി എന്ത് രസമാണല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് നോക്കിയതാണ്ടോ, ഈ ഒരു കയറുന്ന പാലില്ലേ, അതിലേക്ക് ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവള് സമ്മതിച്ചേയില്ല, കാരണം അവൾക്ക് വീട്ടിലോട്ട് പോകണം സേഫായിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്തു ഗൈസ്. പിന്നെ ഈ കാട്ടിക്കൂട്ടണമെന്നൊക്കെ എൻ്റെ കോപ്പറായിട്ട് പാവം അത് ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത് കേട്ടോ. ഗൈസ് സൺ കിസ്ഡാണ് ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ നാട്ടിലും കോഫിയൊക്കെ വളരുന്നുള്ളത് കേട്ടോ. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ, ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് കോഫിയൊക്കെ വളരുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിലും കോഫിയൊക്കെ വളരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അവിടുത്തെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോയതും ആ ടൗണിലൊക്കെ വന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ബിരിയാണിയാണെന്ന് പറഞ്ഞത് നമ്മൾ. ആക്ച്വലി ഒരെണ്ണമാണ് പറഞ്ഞത്, എന്നിട്ട് ഷെയർ ചെയ്യുക ചെയ്തത് കേട്ടോ. ഫുൾ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതാ ബിരിയാണിയൊക്കെ ഉണ്ടായ കഥയൊക്കെ അവിടെ പോസ്റ്ററിൽ ഇങ്ങനെ കണ്ടു. അതൊക്കെ കണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങിയിട്ട് ഇപ്പോൾ എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ്. അവർ നമുക്ക് ചായയും മിച്ചറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ അടുത്തും നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ എൻ്റെ ഫ്രണ്ടിനെ കണ്ട്
ഗൈസ് പാവം കുട്ടി ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ട് എത്ര നേരം നമ്മുടെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളും ഞങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 10th വരെ ഒരുമിച്ചാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് അവൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിതപ്പോൾ അർച്ചനയുടെ വീട്ടിലെത്തി കേട്ടോ. അയ്യോ ദൈവമേ, ഞങ്ങളെ കാത്ത ഒരാളവിടെ പാവം കുറേ നേരം നിൽക്കുന്നുണ്ട്, നമ്മുടെ ലക്കിക്കുട്ടൻ കേട്ടോ. ലക്കിക്കുട്ടൻ വന്ന ഉടനെ തന്നെ അർച്ചനോട് സങ്കടമൊക്കെ പറയായിരുന്നു കേട്ടോ, എന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോയി എന്നൊക്കെ ഉള്ളൊരു ഭാവമായിരുന്നു അവന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ, അർച്ചനൻ്റെ വീട്ടിൽ നിന്ന്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ വീടെത്തി, എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഞാനിപ്പോഴും. നമ്മൾ വണ്ടി എടുത്ത വീടെത്തി, എൻ്റെ ബ്രദറിൻ്റെ വീടെത്തി. അപ്പോൾ നമ്മളവിടെ വണ്ടി വെച്ചു, ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.